Good evening. നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോയിന്റർ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു സ്മോൾ കോഡ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഡിക്ലെയർ ചെയ്യുക. ഇപ്പൊ നോർമൽ ഇനീഷ്യലൈസ് ചെയ്യും, അത് കാണിക്കുന്ന ഒരു കോഡാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് മെമ്മറിയിൽ പോയിന്റർ എങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡി എ സ്റ്റാർ പി ഡബിൾ സ്റ്റാർ പി. എ എന്ന് പറയുമ്പോൾ നോർമൽ ഇന്റർജർ വാരിയബിൾ ആണ്. സ്റ്റാർ പി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്റർജർ ടൈപ്പിലുള്ള ഒരു വാരിയബിളിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റർ വാരിയബിൾ ആണ്. ഡബിൾ സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് ഇന്റിജർ ടൈപ്പിലുള്ള ഒരു പോയിന്റർ ആണ്, പക്ഷെ അയാൾ സ്റ്റോർ ചെയ്യുക ഒരു പോയിന്ററിന്റെ ഇന്റിജർ ടൈപ്പിലുള്ള ഒരു പോയിന്ററിന്റെ അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ മെമ്മറിയിൽ ഒരു 10 എന്നുള്ള വാല്യൂ ഉണ്ട്. അത് എ എന്ന് പറയുന്ന മെമ്മറി സ്പേസിലാണ്. സോ എ ഈക്വൽ ടു 10. ഇനി എയുടെ അഡ്രസ്സ് പിയിലേക്ക് കൊടുക്കുന്നു, പിയുടെ അഡ്രസ്സ് ക്യൂയിലേക്ക് കൊടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആംപ്രസെന്റ് എന്നുള്ള ഓപ്പറേറ്റർ ആണ്, യൂണറി ആംപ്രസെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ബൈനറി സിംഗിൾ ആംപ്രസെന്റ് ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്. ഡബിൾ ആംപ്രസെന്റ് ആണ് റിലേഷണൽ ബൈനറി ഓപ്പറേറ്റർ. ഓക്കെ, അല്ല സോറി, ലോജിക്കൽ ബൈനറി ഓപ്പറേറ്റർ. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പി ഇസ് ഇക്വൽ ടു ആംപ്രസെന്റ് എ ആൻഡ് ക്യൂ ഇസ് ഇക്വൽ ടു ആംപ്രസെന്റ് പി. ദെൻ പി ഈക്വൽ ടു ആംപ്രസെന്റ് എ, ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഇത്. അപ്പൊ അതില് രണ്ട് സൈഡിലും ഇക്വേഷന്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റാർ വെച്ച് അപ്ലൈ ചെയ്യാണ്. അപ്പൊ സ്റ്റാർ പിയും സ്റ്റാർ ആംപ്രസെന്റ് എ എന്ന് വരും. സ്റ്റാറും ആംപ്രസെന്റും ഒന്നിച്ച് വന്നാൽ അത് ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, അത് അങ്ങനെയാണ് നമുക്ക് സ്റ്റാർ പി ഈക്വൽ ടു എ എന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു അഡ്രസ് പോയിന്റർ അഡ്രസ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് വാല്യൂ കിട്ടും, ഇൻഡയറക്ഷണൽ ഓപ്പറേറ്റർ സ്റ്റാർ അപ്ലൈ ചെയ്യാം അഡ്രസ്സിൽ. ഇനി ഒരു വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ ഒരു വാല്യൂവിൽ നിന്ന് എങ്ങനെ അഡ്രസ് ആംപ്രസെന്റ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ടേബിള് കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഡോട്ടും സ്റ്റാറും ഒന്നിച്ച് വന്നത് ആരോ ആയിട്ട് മാറും. ആരോയും ഡോട്ടും മെമ്പർ ഓപ്പറേറ്റേഴ്സ് ആണ്. സ്റ്റാറും ആംപ്രസെന്റും ക്യാൻസൽ ആയിട്ട് പോകും. പെർസെന്റേജ് യു ആണ് നമ്മൾ അൺസൈൻഡ് ഇന്റിജേഴ്സിന്റെ കൺട്രോൾ സ്ട്രിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റർ അഡ്രസ്സുകൾ, അതായത് അഡ്രസ്സുകൾ ഒരു നെഗറ്റീവ് സിമ്പിൾ ഒന്നും വരില്ല. അപ്പൊ അൺസൈൻഡ് ആണ്, അൺസൈൻഡ് ഇൻഡായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് പെർസെന്റേജ് യു യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വാരിയബിളിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതെ, പിന്നെ വാല്യൂ ഇപ്പൊ സപ്പോസ് ഇന്റിജർ ആണെങ്കിൽ മാത്രം പെർസെന്റേജ് ടി. ഓക്കെ, പിന്നെ സ്റ്റാർ പി പ്ലസ് പ്ലസ്. സ്റ്റാർ പി പ്ലസ് സ്കെയിൽ ഫാക്ടർ ആണ്. അതായത് ഒരു പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 വെച്ചിട്ടല്ല ഇൻക്രിമെന്റ് ചെയ്യുന്നത്, അതിന്റെ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ക്യാരക്ടർ പോയിന്റർ ആണെങ്കിൽ 1 വെച്ചിട്ട് തന്നെയാണ്. ഇന്റിജർ ആണെങ്കിൽ മേ ബി 2 അല്ലെങ്കിൽ 4, ഫ്ലോട്ട് ആണെങ്കിൽ 4. അപ്പം ഇപ്പൊ ഒരു പോയിന്ററിലെ ഒന്നാമത്തെ ഐറ്റം 100 തുടങ്ങുന്നു. അപ്പൊ രണ്ടാമത്തെ ഐറ്റം എവിടെ തുടങ്ങുന്നു, അയാൾ ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിൽ എത്തുക എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ഇന്റിജർ ആണെങ്കിൽ അത് 2 ജമ്പ് ചെയ്തിട്ടായി. ഓക്കെ, അപ്പൊ അതാണ് സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോർമൽ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് 10ൽ നിന്ന് 11 ആവും. പക്ഷെ ഒരു പോയിന്റർ ആണോ പോയിന്ററിന്റെ ടൈപ്പിനനുസരിച്ചാണ് ജമ്പ്. പിന്നെ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് ആണ്. അപ്പൊ അത് ബി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സ്റ്റാർ പി ആണെങ്കിൽ പോയിന്റർ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എക്ക് പകരം സ്റ്റാർ പി ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം സ്റ്റാർ പി പ്ലസ് സ്റ്റാർ പി ഇടണം. ഓക്കെ, സ്റ്റാർ പി പ്ലസ് പ്ലസിന് സ്റ്റാറിനും പ്ലസ് പ്ലസിനും ഈക്വൽ പ്രയോറിറ്റിയാണ്, കാരണം രണ്ടുപേരും യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ആദ്യം സ്റ്റാർ പി കണ്ടതിന് പ്ലസ് പ്ലസ് ചെയ്യും. സ്റ്റാർ പി പ്ലസ് പ്ലസ് ഇങ്ങനെ ചെയ്താൽ വാല്യൂ പ്ലസ് 1 ആയിരിക്കും. സ്റ്റാർ പി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ജമ്പ് ചെയ്യും എന്നിട്ട് അവിടുത്തെ വാല്യൂ തരും. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു ഡിക്ലറേഷൻ കോഡിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ ആണ് കോഡ്. ഇൻഡ് സ്റ്റാർ പി എന്ന് പറഞ്ഞാല് ഒരു മെമ്മറി ലൊക്കേഷന് ആര് പോയിന്റ് ചെയ്യും, ഇയാൾ പോയിന്റ് ചെയ്യും. അതിന്റെ അകത്ത് ഏടെ എന്താ ഉള്ളത്,
അഡ്രസ്സാണ്. അതാണ് 2100. ഇനി അയാളുടെ അഡ്രസ്സ് 1000 ആണ്. അതെവിടെ ഉണ്ടാവും? ക്യൂയിലേക്കാണ് ആംബർസെന്റ് P എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് അവിടെ ഉണ്ടാവും. ഓക്കെ. ഇനി പോയിന്റേഴ്സ് are variables which are used for storing address, which is a location of another variable, that is, അതായത് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൊക്കേഷൻ ആണ്. A pointer variable can assign address of another variable of same type. അതാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡബിൾ ഡി എന്ന് പറയുന്ന വാരിയബിളിന്റെ അഡ്രസ്സ് നമുക്ക് ഇൻഡ് സ്റ്റാർ പിയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അത് ഡബിൾ സ്റ്റാർ പി ആണെങ്കിൽ ഓക്കെ. അപ്പൊ അതായത് പോയിന്ററും ആരുടെ അഡ്രസ്സാണോ സ്റ്റോർ ചെയ്യുന്നത് അയാളും സെയിം ടൈപ്പിലാവും. ഓക്കെ, അതാണ് കണ്ടീഷൻ. പിന്നെ there are number of reasons for using pointers. ഫസ്റ്റ് വൺ, കുറച്ച് റീസൺസ് ഉണ്ട് എന്തിനൊക്കെയാണ് നമ്മൾ പോയിന്റർ യൂസ് ചെയ്യുന്നത്. അതേ ഒരു ഐറ്റം പഠിച്ച് അതെവിടെ യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് പറയണം. എ പോയിന്റർ enable us to access a variable that is defined outside a function. ഒരു ഫംഗ്ഷന്റെ പുറത്ത് ഡിഫൈൻ ചെയ്ത ഒരു വാരിയബിളിനെ പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യും. കാരണം പോയിന്റർ എന്ന് പറയുന്നത് മെമ്മറിയെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ അവിടെ ഡിക്ലെയർ ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ ഗ്ലോബൽ ഡിക്ലറേഷനിലുള്ളവരെ കിട്ടുള്ളൂ. അതേസമയം ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും വാരിയബിൾസിനെ ഏത് ബ്ലോക്കിലും കിട്ടും. ഓക്കെ, പോയിന്റർ റെഡ്യൂസ് ലെങ്ത് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം. പോയിന്റർ ഡയറക്റ്റ് മെമ്മറി കിട്ടും എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വാരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ വാരിയബിളിനെ പോയിന്ററിൽ അസൈൻ ചെയ്ത് അതുവഴി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഫങ്ഷൻസ് ഉണ്ട് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മെമ്മറിയെ കിട്ടും. എന്നിട്ട് നമുക്ക് ആ മെമ്മറീസിനെ യൂസ് ചെയ്യാം. അപ്പോൾ കോഡും ലെങ്ത്തും കോംപ്ലക്സിറ്റി അങ്ങനെയാണ് പോയിന്റേഴ്സ് കുറക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ഇൻക്രീസ് എക്സിക്യൂഷൻ സ്പേസ്. ഡയറക്റ്റ് ആക്സസിങ് ആയതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്പീഡ് ഹൈ ആണ്. The use of pointer array to a character string result in saving of data storage space in memory. ആ പോയിന്റിന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു ക്യാരക്ടർ അരേ എന്ന് പറഞ്ഞ ഒരു അരേ ഉണ്ടാക്കുകയാണ്. ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു അരേ. എക്സാമ്പിൾ ആയിട്ട് ക്യാറ്റ്സ് നെയിം ഓഫ് 10. ഇതും ക്യാർ സ്റ്റാർ നെയിമും ഒരേ യൂസാണ്. പക്ഷെ ഒന്ന് പോയിന്ററുമാണ് ഒന്ന് അരയുമാണ്. ഓക്കെ, അപ്പൊ അരയാണെങ്കിൽ ഫിക്സ്ഡ് ആണ്. അപ്പൊ കണ്ടോ, കെയർ സ്റ്റാർ നെയിം പി, കെയർ നെയിം ഓഫ് 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് 10 നമുക്ക് സുപരിചിതമാണ്. അതിന്റെ പോയിന്റർ വെർഷൻ ആണ് സ്റ്റാർ നെയിം. ഓക്കെ, അപ്പൊ ഇവിടെ %s നെയിം പി റീഡ് ചെയ്യുന്നു, ഇവിടെ നെയിമും റീഡ് ചെയ്യുന്നു. റീഡിംഗ് ഒക്കെ സെയിം ആണ്. ഡിക്ലറേഷൻ ഒന്ന് പോയിന്ററും ഒന്ന് നോർമൽ ക്യാരക്ടർ അരയും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മള് 10 സ്പേസ് ഉണ്ട്. 10 സ്പേസ് ആണ് നെയിം ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 സ്പേസ് ഉണ്ട്. ആ 10 അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അരുൺ എന്നുള്ള ഒരു നെയിമാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അരുണും പിന്നെ ഒരു ലാസ്റ്റ് ക്യാരക്ടർ ഡിനോട്ട് ചെയ്യാൻ നൾ ടെർമിനേറ്റർ അതും കൂടെ കൂട്ടിയിട്ട് ഒരു 5 സ്പേസ് എടുക്കുന്നുള്ളൂ. ബാക്കി 5 വേസ്റ്റ് ആണ്. അതേസമയം അത് പോയിന്റർ ആണെങ്കിൽ വാല്യൂ കയറുന്നതിനനുസരിച്ച് ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യും, പിന്നെന്താണ് എക്സ്റ്റെൻഡും ചെയ്യും. ഇപ്പോൾ ഈ നെയിം പി വഴി നമുക്ക് 5 ക്യാരക്ടർ ഉള്ള ഒരു നെയിമും റീഡ് ചെയ്യാം, 50ഓളം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നെയിമും റീഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നെയിം പി യൂസ് സ്റ്റാറിന്റെ പ്രത്യേകത. അതായത് ഒന്ന് വാരിയബിൾ സൈസ്ഡ് അരേ കിട്ടും, സ്ട്രിങ് കിട്ടും, മറ്റേത് ഫിക്സ്ഡ് സൈസ് ആണ് കിട്ടുക. അപ്പോൾ വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. ആകെ 5 യൂസ് ചെയ്യുള്ളൂ, പക്ഷെ എപ്പോഴും 10 ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ 12 ക്യാരക്ടർ ഉള്ള ഒരു നെയിം റീഡ് ചെയ്യാൻ നെയിം ഓഫ് 10 പറ്റില്ല. അപ്പം അത് 12 15 20 ഒക്കെ ആക്കി മാറ്റേണ്ട കേസാണ്. പക്ഷെ ഒരു പോയിന്റർ ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ആരെയും എത്ര ലെങ്ത് ഉള്ള വാരിയബിൾസിനെയും നമുക്കത് വെച്ച് റീഡ് ചെയ്യാം. അതിൻ്റെ സൈസ് കയറുന്ന വാല്യൂവിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം ഡൈനാമിക് ആണ്.
അതാണ് പോയിന്ററിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു യൂസ്. പിന്നെ മെമ്മറി ഫങ്ഷൻ പറഞ്ഞ പോലെ എവിടെയുള്ള വാരിയബിൾസിനെയും ആക്സസ് ചെയ്യാം. പിന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, ലെങ്ത് ആൻഡ് കോംപ്ലക്സിറ്റി കുറക്കുന്നു. ഓക്കെ, വേസ്റ്റേജ് ഓഫ് മെമ്മറി ആണ് ഒരു ഹൈലൈറ്റിങ് കേട്ടോ, അതായത് അത് റെഡ്യൂസ് ചെയ്യും. ഇനി പോയിന്റർ ടു ക്യാരക്ടർ അറേ ക്രിയേറ്റ് വാരിയബിൾ ലെങ്ത് സ്ട്രിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഫിക്സ്ഡ് സൈസ് സ്ട്രിങ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് അഡ്രസ് ഓഫ് സം വാരിയബിൾസ് അലോങ് വിത്ത് ദയർ വാല്യൂസ്. അപ്പോൾ കുറച്ച് വാരിയബിൾസ് ഉണ്ട്, അവരുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം, അതിൻ്റെ കൂടെ പൊസിഷൻ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനും അഡ്രസ്സും പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വോയിഡ് മെയിൻ ഇൻഡ് എ 15 ഉണ്ട്, ഫ്ലോട്ട് സി 12.15 ഉണ്ട്, ക്യാർ ബി സ്മോൾ ലെറ്റർ എ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ആൾറെഡി നമ്മൾ കുറച്ച് വാരിയബിൾസിലേക്ക് വിത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെയൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന വാല്യൂ ഉണ്ട് എന്ന് പറയാണ്. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് ഡി ഈ സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ ഓഫ് മെമ്മറി പെർസെൻറ്റേജ് യു. അപ്പോൾ ഒന്നെങ്കിൽ പെർസെൻറ്റേജ് യു അല്ലെങ്കിൽ പെർസെൻറ്റേജ് പി ആണ് നമ്മൾ പോയിന്റ് അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പെർസെൻറ്റേജ് യു യൂസ് ചെയ്യാൻ കാരണം അൺസൈൻഡ് ഇൻഡ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് വെർഷൻ ആണ് സ്റ്റാർ പി. ഓക്കെ, പോയിന്റർ എന്നുള്ള പെർസെൻറ്റേജ് പി. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എഫ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ പെർസെൻറ്റേജ് യു, പെർസെൻറ്റേജ് സി ഈസ് സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ ഓഫ് മെമ്മറി പെർസെൻറ്റേജ് യു. അപ്പം എ പ്രിന്റ് ചെയ്ത വാല്യൂ കിട്ടും 15 എന്ന്, ആംപ്രസെന്റ് എ എവിടെയാണോ മെമ്മറി അത് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ സി പ്രിന്റ് ചെയ്യുന്നു, സി ഫ്ലോട്ടാണ് 12.15 എന്നുള്ളത് 50 എന്നുള്ളത് ഒരു ലൊക്കേഷനിൽ ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ റൺ ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും, അതിൻ്റെ ലൊക്കേഷനും കിട്ടും. അപ്പം ആ വാരിയബിളിൻ്റെ കൂടെ ഒരു ആംപ്രസെന്റ് ഇട്ട അഡ്രസ്സ് കിട്ടും. അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് പെർസെൻറ്റേജ് യു ഓർ പെർസെൻറ്റേജ് പി. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡിക്ലെയറിങ് ആൻഡ് ഇനീഷ്യലൈസിങ് പോയിന്റേഴ്സ്. പോയിന്റേഴ്സ് എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെ മെമ്മറിയിൽ ഇരിക്കും എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഒരു സ്മാൾ കോഡ് വഴി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ സിൻടാക്സിലോട്ട് പോവുകയാണ്. സിൻസ് പോയിന്റർ വാരിയബിൾ കണ്ടെയ്ൻ അഡ്രസ് ഓഫ് that belongs to a specific data type, then we must declare pointer variable of the specified data type before we use. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു പോയിന്റർ എന്ന് പറയുന്നത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വാരിയബിൾ ആണ്, ഒരു പ്രത്യേക തരം ടൈപ്പിലുള്ള ഇതാണ്. അപ്പൊ ടൈപ്പ് ഏതാന്ന് നമ്മൾ ഒരു പോയിന്റർ വാരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫോം ചെയ്തിരിക്കണം. So the syntax is same as that of the declaration of a variable. So data type space star pointer variable name semicolon. വാരിയബിൾ നെയിം എന്നുള്ളതിൻ്റെ കൂടെ ഒരു സ്റ്റാർ കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിൻടാക്സ് എന്ത് പറയുന്നു, ഈ പോയിന്റർ ഏത് ടൈപ്പിലുള്ളതാണെന്ന് പറയുന്നു, ഈ വാരിയബിൾ ഒരു പോയിന്റർ വാരിയബിൾ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ആ സ്റ്റാർ കാണുമ്പോൾ. ഓക്കെ, പോയിന്റർ നെയിമിന് ഒരു മെമ്മറി വേണം എന്ന് പറയുന്നു, പിന്നെ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡ് സ്റ്റാർ പി. ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ഇൻഡ് സ്റ്റാർ അതേപോലെ ഇടണം. പോയിന്റർ വാരിയബിളിന് എക്സാമ്പിൾ ആണ് പി. This declaration tells the compiler that p is a pointer variable of type integer which can be hold address of any integer value. ഏതൊരു ഇൻഡിജർ വാല്യൂവിൻ്റെയും അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. പോയിന്റർ വാരിയബിൾ ആയുള്ള ഇതാണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ